Question number 30. In a regression analysis on 10 observations, two regression equations are calculated as 3x plus 2y minus 23 equal to 0 and 4x plus 7y minus 38 equal to 0. Identify the regression line. First question. So, ആദ്യം regression line ഒന്ന് identify ചെയ്യാം. Assume that. എന്ത് assume ചെയ്തു? First equation 3x plus 2y minus 23 equal to 0 എന്നുള്ള equation y on x ആണെന്ന് assume ചെയ്തു. അതേസമയം second equation 4x plus 7y minus 38 equal to 0. ഈ ഇക്വേഷൻ x on y ആണെന്ന് പറഞ്ഞിട്ടും അസ്യൂം ചെയ്തു. y on x ആണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് ഈ ഇക്വേഷൻ എന്തായി മാറണം? y equal to എന്നായി മാറണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇക്വേഷന്റെ 2y ഈ ഭാഗത്ത് കീപ്പ് ചെയ്തു. ഈക്വൽ ടു പ്ലസ് 3x ഈക്വൽ ടു ഇങ്ങോട്ട് ഭാഗത്ത് പോകുമ്പോ മൈനസ് 3x. ഇനി നെഗറ്റീവ് 23 ഈക്വൽ ടു ഇങ്ങേ ഭാഗത്ത് വന്നപ്പോ പോസിറ്റീവ് 23. ഇനി y ഈക്വൽ ടു എന്നാണ് വേണ്ടത്. y ഈക്വൽ ടു നെഗറ്റീവ് 3/2x പ്ലസ് 23/2. എക്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ആണ് നമ്മളുടെ എന്ത്? by x ഈക്വൽ ടു നെഗറ്റീവ് 3/2 ആണ്. ഇത്രയും ഭാഗം ക്ലിയർ. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് ഓൺ വൈ ആയിട്ടാണ്. ഇതേപോലെ എക്സ് ഈക്വൽ ടു പറഞ്ഞിട്ട് സെക്കൻഡ് ഇക്വേഷനെ റീറൈറ്റ് ചെയ്യണം. സോ 4x ഈക്വൽ ടു 7y പോസിറ്റീവ് 7y ഈക്വൽ ടു ഇങ്ങേ ഭാഗത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് 7y ആയി. നെഗറ്റീവ് 38 ഈക്വൽ ടു അങ്ങേ ഭാഗത്ത് പോകുമ്പോൾ പോസിറ്റീവ് 38 ആയി മാറി. ഇനി എക്സ് ഈക്വൽ ടു പറഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടത്. സോ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 7/4y പ്ലസ് 38/4. വൈന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റിനെ നമ്മൾ വിളിച്ചത് bxy എന്നാണ് വിളിച്ചത്. bxy നമുക്ക് എന്തെന്ന് കിട്ടി? നെഗറ്റീവ് 7/4 ആണെന്ന് കിട്ടി. ഇനി ലൈന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ലൈൻ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിഗ്രഷൻ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ എടുത്ത അസംഷൻ ശരിയാണ്. അതായത് bxy ഇൻറ്റു byx മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം നെഗറ്റീവ് 7/4 ഇൻറ്റു നെഗറ്റീവ് 3/2 രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ആൻസർ എത്രയാണ്? രണ്ടും നെഗറ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് 21/8. ഈ 21/8 നമ്മൾ ചെയ്തപ്പോൾ വരുന്ന ആൻസർ 2.625 ആണ് നമുക്ക് കിട്ടുക. 2.625 പറഞ്ഞാല് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഒന്നിനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എടുത്ത അസംഷൻ തെറ്റാണ്. ഫസ്റ്റ് ലൈൻ എന്തായി മാറണം? ഇത് എക്സ് ഓൺ വൈ ആയിരുന്നു. ഇക്വേഷൻ നമ്പർ 1 എക്സ് ഓൺ വൈ ആയിരുന്നു. ഇക്വേഷൻ നമ്പർ 2 എന്നുള്ളത് എന്താവണമായിരുന്നു? വൈ ഓൺ എക്സ് ആവണമായിരുന്നു. അസംഷൻ തെറ്റിയപ്പോൾ നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യുകയും ചെയ്തു. ഫസ്റ്റ് വൺ എക്സ് ഓൺ വൈ ആണ്, സെക്കൻഡ് വൺ വൈ ഓൺ എക്സ് ആണ് പറഞ്ഞിട്ട് എഴുതിയിട്ടു. ഇനി അതിലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ എന്താണ്? അപ്പൊ അസംഷൻ നമുക്ക് തെറ്റിയിട്ടാണ് കിട്ടിയതെങ്കിൽ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല r ഈക്വൽ ടു 1/√of byx ഇൻറ്റു bxy ആണ്. ഇനി അസംഷൻ ശരിയായിരുന്നുവെങ്കിൽ കോറിലേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? r ഈക്വൽ ടു √of bxy ഇൻറ്റു byx എടുത്താൽ മതിയായിരുന്നു. അസംഷൻ തെറ്റായത് കൊണ്ടാണ് 1/by എന്ന് വന്നത്. which is equal to 1 divided by square root of
ബി വൈ എക്സ് എന്താ നമുക്ക് കിട്ടിയത് നെഗറ്റീവ് 3/2 ആണ് ഇൻറ്റു ബി എക്സ് വൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വന്നത് എത്രയാ നെഗറ്റീവ് 7/4. ഞാൻ ഈ ഭാഗമൊക്കെ മായ്ക്കണു. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√of 3 into 7 എത്ര കിട്ടി 21 divided by 2 into 4 8 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് which is equal to 1 divided by square root of 2.625 ആണ് equal to 1 divided by 2.625 ന്റെ സ്ക്വയർ റൂട്ട് 1.625 ആണ് 1നെ 1.625 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.617 ആണ്. ഇനി ശ്രദ്ധിക്കാനുള്ളത് ബി എക്സ് വൈയും നെഗറ്റീവ് ആണ് ബി വൈ എക്സും നെഗറ്റീവ് ആണ്. ഇവ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ കോറിലേഷനും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. സോ കോറിലേഷൻ ഈക്വൽ ടു നെഗറ്റീവ് 0.617 ആണ് ആൻസർ. ഇനി അതിലെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് വൈന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ബി വൈ എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്. ബി വൈ എക്സ് നെഗറ്റീവ് 4/7 ആണ്. നെഗറ്റീവ് 4/7 ഈക്വൽ ടു ആറിന്റെ വാല്യൂ നെഗറ്റീവ് 0.617 ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് നെഗറ്റീവ് 0.571 ഈക്വൽ ടു ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ആൻസർ നെഗറ്റീവ് 1.54 ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ആണ്. ഇനി സിംപ്ലിഫൈ ചെയ്യുക. സിഗ്മ എക്സിന് ഇങ്ങേ ഭാഗത്ത് കൊണ്ടുവന്നു ഈ നമ്പറിനെ താഴെ കൊണ്ടുപോയി. സോ സിഗ്മ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 1.54 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 0.571. ഇതിൽ ഈ നമ്പറിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 2.7 ആണ്. Construct Laspia index number, Pashes index number, Fishers index number. ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇവ മൂന്നും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ബേസ് ഇയറിലെ ഡീറ്റെയിൽസ് ആണ് ഈ തന്നിരിക്കുന്നത്. കറണ്ട് ഇയർ ഡീറ്റെയിൽസ് ഈ കോളത്തിൽ കിടക്കുന്നത്. ഇപ്പോൾ ബേസ് ഇയറിന്റെ പ്രൈസിനെ നമ്മൾ P0 എന്നുള്ള നൊട്ടേഷനിലാണ് സൂചിപ്പിക്കുക. ബേസ് ഇയർ ക്വാണ്ടിറ്റി Q0 ആണ്. അതേപോലെ കറണ്ട് ഇയർ പ്രൈസ് P1 ആണ്. കറണ്ട് ഇയറിന്റെ ക്വാണ്ടിറ്റി Q1 ആണ്. ഇനി ഫസ്റ്റ് വൺ ലാസ്റ്റ് ഇയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100 ആണ് ഫോർമുല. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം P1 Q0ന്റെ സിഗ്മ വേണം, P0 Q0 വേണം. എല്ലാം നമുക്കൊന്ന് ടേബിളിൽ ഫോം ചെയ്യാം. ഫസ്റ്റ് വൺ P0 Q0 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ P0 Q0 പറഞ്ഞാല് ഇവ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ 71 ഇൻറ്റു 15 1065 ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് വാല്യൂ 62 ഇൻറ്റു 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 744 ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് വാല്യൂ 25 ഇൻറ്റു 20 ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണു. അന്നേരം കിട്ടുന്ന വാല്യൂ 500 ആണ്. ഈ മൂന്ന് നമ്പേഴ്സും കൂടെ സം ചെയ്യുമ്പോൾ വരുന്നത് 2309 ആണ് ആൻസർ. ഇനി വേണ്ടത് P0 Q1 ആണ്. അപ്പൊ P0യും Q1ഉം തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇവ തമ്മിൽ ഫസ്റ്റ് വാല്യൂ 71 ഇൻറ്റു 25 which is equal to 1775 ആണ്. Then next 62 into 30 P0യും Q1ഉം തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ 1860 ആണ് വാല്യൂ. Similarly 25 into 18 which is equal to 450.
അപ്പൊ ഇവിടെ കിട്ടുന്ന സം എത്രയാന്ന് വെച്ചാല് 4085 ആണ്. ഇനി നമുക്ക് വേണ്ടത് P1 Q0 വേണം. അപ്പൊ P1ഉം Q0യും ഇവ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ 15 into 84 അപ്പൊ 1260 ആണ് കിട്ടുക. 12 into 82 984 ആണെന്ന് വരും. 20 into 30 600. ഇത് സം ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 2844 ആണ് ആൻസർ. ലാസ്റ്റ് വാല്യൂ P1 Q1 എന്നുള്ള കോളമാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. P1 84ഉം Q1 25ഉം 84 into 25 2100. 82 into 30 2460 ആണ്. Then 30 into 18 540. സം ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 5100 ആണ് സമ്മ്. ഇനി ഫസ്റ്റ് ഫോർമുല ദിസ് വൺ ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ P1 Q0 സിഗ്മ P1 Q0 ഈ കോളത്തിന്റെ സം എത്രയാ കിട്ടിയത്? 2844 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0ന്റെ സമ്മ 2309 into 100. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അന്നേരം കിട്ടുന്ന വാല്യൂ 123.1 ആണ്. ഇനി വേണ്ടത് സെക്കൻഡ് വൺ പാഷീസ് ഇൻഡെക്സ് നമ്പർ ആണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്. പാഷീസ് ഇൻഡെക്സ് നമ്പർ ഫോർമുല സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 into 100 ആണ് ഫോർമുല. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ P1 Q1 ന്റെ വാല്യൂ 5100 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ന്റെ വാല്യൂ 4085 into 100. സിംപ്ലിഫൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 124.84 ആണ്. ഇനി വേണ്ടത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ആണ്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ഇവര് രണ്ടുപേരുടെയും സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പൊ ഇവർ രണ്ടുപേരുടെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണു. വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 123.1 into പാഷീസിന്റെ ഫോർമുല 124.84. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ റൂട്ട് എടുക്കുക. 124.007. Dash is a long-term movement in a time series analysis. Answer secular trend ആണ്. Then next one. Following data relate to the sales of a product in 1000 for 8 months in a company. Calculate trend values by 4 yearly moving average method. തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് 4 ഇയർലി മൂവിംഗ് ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ടേബിൾ ഒന്ന് വരയട്ടെ. ഇതാണ് ഡാറ്റ. 4 ഇയർലി മൂവിംഗ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ആദ്യം വേണ്ടത് 4 ഇയർ ടോട്ടൽ ആണ് വേണ്ടത്. അപ്പൊ 4 ഇയർ വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ 4 വെച്ച് ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് ഇതിന്റെ സെന്ററിലായിട്ട് വേണം ടോട്ടൽ എഴുതാൻ. 33 plus 32 plus 24 plus 34 ഈ 4 വാല്യൂസും കൂടെ സം ചെയ്യുമ്പോൾ 125 ആണ് കിട്ടുക. വീണ്ടും എന്ത് ചെയ്യുക? ആദ്യത്തെ വാല്യൂ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത 4 ഗ്രൂപ്പ് ചെയ്യുക. ഇവ 4 മിഡിലായിട്ട് ഇവരുടെ ടോട്ടൽ എഴുതണോ. 135 ആണ് ടോട്ടല്. എഗെയിൻ ആദ്യത്തെ 2 ഒഴിവാക്കിക്കൊണ്ട് അടുത്ത 4 ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് ഈ 4 മിഡിലായിട്ട് ടോട്ടൽ എഴുതി. 142 ആണ്. ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. 4 വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യണു. ദെൻ അടുത്ത മിഡില് 159 കിട്ടും. ഇനി നമുക്ക് ആവശ്യമുള്ളത് ടോട്ടലേ കണ്ടുപിടിച്ചുള്ളൂ. എന്ത് വേണം? 4 ഇയർ മൂവിംഗ് ആവറേജ് വേണം.
ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ടോട്ടലിന് 125നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം 4 ഇയർ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 31.25 ആണ്. 135 ഡിവൈഡഡ് ബൈ 4 കാൽക്കുലേറ്റ് ചെയ്യുക. 33.75 ആണ്. 142നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 35.5 ആണ്. 157നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 39.25. 159നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 39.75 ആണ്. ഓഡ് നമ്പേഴ്സിന്റെ മൂവിംഗ് ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഈ കോളത്തോടു കൂടെ അവസാനിപ്പിക്കാം. അതേസമയം ഈവൺ നമ്പേഴ്സ്, അതായത് 4 ഇയർ, 4 എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പറാണ്. ഈവൺ നമ്പറിന്റെ മൂവിംഗ് ആവറേജ് ആണെങ്കിൽ ഒരു കോളവും കൂടെ കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്. എന്താ കോളത്തിന്റെ ഹെഡിങ്? 4 ഇയർലി മൂവിംഗ് ആവറേജ് സെന്റേർഡ്. ഇനി എന്ത് വേണം? 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. അപ്പൊ 31.25 പ്ലസ് 33.75 ഡിവൈഡഡ് ബൈ എത്ര എണ്ണം? 2 എണ്ണം. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 32.5 ആണ് കിട്ടുക. ഇവ രണ്ടിന്റെ മിഡിൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കുക. പർട്ടിക്കുലർ ആയിട്ട് നമുക്കൊരു ഇയർ പറയാനുണ്ടാവും. അടുത്ത 2 എണ്ണം ഗ്രൂപ്പ് ചെയ്യുക. ഇതിന്റെ സെന്ററിൽ എഴുതണം. അപ്പൊ ഇത് രണ്ടിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ ഏത് മന്ത് വന്നു? 4th മന്ത്. 33.75 പ്ലസ് 35.5 divided by 2 which is equal to 34.625 ആണ്. Again അടുത്ത 2 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. സെന്ററിൽ എഴുതുക. 35.5 പ്ലസ് 39.25 divided by 2 which is equal to 37.375. നോക്കൂ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മന്ത് ഏതാണ്? 5th മന്ത്. ദെൻ അടുത്ത 2 എണ്ണം ഗ്രൂപ്പ് ചെയ്തു. ലാസ്റ്റ് 2 ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് ഇതിന്റെ സെന്ററിലായിട്ട് എഴുതുക. 39.25 പ്ലസ് 39.75 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 39.5. ഇങ്ങനെയാണ് ഈവൺ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത്. ഈവൺ നമ്പേഴ്സിന് ഒരു കോളം കൂടെ കൂടുതൽ ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണത്തെ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. If you like the video, please subscribe and press the bell icon.